ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ ഈ യാത്ര എയർപോർട്ടിലോട്ടാണ്. കഴിഞ്ഞ മാസം നമ്മൾ മലേഷ്യയും സിംഗപ്പൂരും എല്ലാം പോയി വന്നതിന് ശേഷം പെട്ടെന്ന് എടുത്തുള്ള ഒരു തീരുമാനമാണ്, ഒരു യാത്രയാണ് യൂറോപ്പിലോട്ട്. മോനെ കാണാനുള്ള ഒരു യാത്രയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടിലോട്ടാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് എയർപോർട്ടിൽ ചെന്നതിന് ശേഷം നമുക്ക് കാണാം. നമ്മൾ ഇപ്പോൾ പോകുന്നത് വിസ് എയറിലാണ്. ഈ കൗണ്ടറിൽ നമ്മൾ ലഗേജൊക്കെ ഇട്ടിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ ഇപ്പോൾ ഇനി ഇമിഗ്രേഷൻ അങ്ങോട്ട് പോവുകയാണ്. ഇതിപ്പോൾ ഇമിഗ്രേഷൻ്റെ ആ ലൈനാണ്. ഇനി ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് പോകുന്നത് ഇമിഗ്രേഷനാണ്. ഇതാണ് നമ്മളുടെ ബോർഡിംഗ് ഗേറ്റിൻ്റെ ഏരിയ 306. ഈ ഹംഗേറിയൻ ക്യാഷ് ഉണ്ടല്ലോ, അതായത് അവരുടെ കറൻസി കുറച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മണി എക്സ്ചേഞ്ച് തപ്പി നടക്കുകയാണ് എയർപോർട്ടിനകത്ത്. അത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൈസ നമ്മൾ മാറിക്കൊണ്ടുപോവുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നോക്കുക. ഇവിടെ ടിം ഹോട്ടനും അതുപോലെ ഡോക്ടർ കഫേയും എല്ലാം ഉണ്ട്. റമദാൻ ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ വളരെ ക്വയറ്റാണ് എയർപോർട്ടിന് ഉൾവശം. ബോർഡിങ് പോവുകയാണ്. ഇപ്പം 306 ഗേറ്റിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. ഇവിടോട്ട് പോകാനുള്ള ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ക്യൂവിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇഷ്ടംപോലെ യൂറോപ്യന്മാരാണ് ഇതിനകത്തുള്ളത്. നമ്മൾ നേരത്തെ സൗദി അറേബ്യയിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും യൂറോപ്യന്മാർ നമ്മൾ പണ്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഫ്ലൈറ്റ് മുഴുവൻ വെള്ളക്കാരാണ് മുഴുവൻ. നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി എയറോ ബ്രിഡ്ജിൽ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിസ് എയർ എന്ന് പറയുന്നത് റിയാദിൽ നിന്നുള്ള ഈ മാസം ലാസ്റ്റ് ഇവരുടെ ഈ ഒരു ഫ്ലൈ സ്റ്റോപ്പ് ആവുകയാണ്. റിയാദ് സെക്ടർ ഇവരുടെ സ്റ്റോപ്പ് ആവുകയാണ്. ഇനിയിപ്പം അവർക്ക് ജദ്ദയിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഓപ്പറേഷൻ. സൗദി അറേബ്യയിൽ റിയാദിൽ നിന്നുള്ള ഓപ്പറേഷൻ ഈ മാസം കൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന രീതിയിൽ തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് 10 ദിവസം കൂടെ ഉള്ളൂ ഈ വിസ് എയർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഏതാണ്ട് 2 ആഴ്ച ദൈർഘ്യമുള്ള യൂറോപ്യൻ ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ റിയാദിൽ നിന്ന് നേരെ പോകുന്നത് ഹംഗേറിയൻ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് എന്ന സിറ്റിയിലോട്ടാണ്. ഇവിടെ നിന്ന് അറൗണ്ട് 5.5 hour ഫ്ലൈ ആണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി എയറോ ബ്രിഡ്ജിൽ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിസ് എയർ എന്ന് പറയുന്നത് റിയാദിൽ നിന്നുള്ള ഈ മാസം ലാസ്റ്റ് ഇവരുടെ ഈ ഒരു ഫ്ലൈ സ്റ്റോപ്പ് ആവുകയാണ്. റിയാദ് സെക്ടർ ഇവരുടെ സ്റ്റോപ്പ് ആവുകയാണ്. ഇനിയിപ്പം അവർക്ക് ജദ്ദയിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഓപ്പറേഷൻ. സൗദി അറേബ്യയിൽ റിയാദിൽ നിന്നുള്ള ഓപ്പറേഷൻ ഈ മാസം കൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന രീതിയിൽ തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് 10 ദിവസം കൂടെ ഉള്ളൂ ഈ വിസ് എയർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ബുഡാപെസ്റ്റ് എയർപോർട്ടിൽ ലാൻഡായി. ഇപ്പോൾ സമയം അറൗണ്ട് 11:30 മണി. ഭയങ്കര തണുപ്പാണ്. ക്ലൈമറ്റ് ശരിക്കും കൊടും തണുപ്പ്. നമ്മളങ്ങനെ ലഗേജ് എടുക്കാൻ വേണ്ടി നമ്പർ 4 ബെൽറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ബുഡാപെസ്റ്റ് എയർപോർട്ടാണിത്, ഹംഗറിയിലെ. വളരെ ചെറിയൊരു എയർപോർട്ടാണ്. യൂറോപ്പിൽ എവിടെ വന്നാലും നമുക്ക് അത്ര വലിയ ആഡംബരമായ എയർപോർട്ടുകൾ എല്ലായിടത്തും ഒന്നും കാണാൻ സാധിക്കത്തില്ല.
ഇതൊരു സാധാരണ എയർപോർട്ട് പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലം ഒരു 50 യൂറോ മാറി €1 350 ഹംഗേറിയൻ കറൻസി കിട്ടും. ഒരു 50 യൂറോ മാറി. ലഗേജ് വരാൻ തുടങ്ങി. എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങി അതിന് ശേഷം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മളിപ്പം രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിടക്കുന്ന ബസ്സിൽ നമുക്ക് പോകാമായിരുന്നു നമ്മളുടെ താമസ പ്ലേസിലോട്ട്. ഇതിപ്പം വന്നിട്ട് ഒത്തിരി ഇരുട്ടി നട്ടപ്പാതിരയായി, 12 മണി ആയതുകൊണ്ട് നമുക്കിപ്പം ടാക്സി പിടിച്ചേ പറ്റൂ. ഇവിടെ ഉണ്ട് എയർപോർട്ട് ടാക്സി, ഇവിടെ ഉണ്ട്. ഒരു വലിയ അനക്കം ബഹളമൊന്നും ഇല്ലാത്ത എയർപോർട്ട്, സാധാരണ ഒരു എയർപോർട്ട് അങ്ങനെ പറയാൻ പറ്റൂ. ചിലപ്പോൾ ഇനിയും ചില ഭാഗങ്ങളൊക്കെ നല്ല ബഹളമൊക്കെ ഉണ്ടായിരിക്കും. കാര്യം രാത്രിയല്ലേ, നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയ സമയവും രാത്രി 12 മണി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വിലയിരുത്താൻ പറ്റില്ല എങ്ങനെയാ എയർപോർട്ടിൻ്റെ ആ ഒരു റിയൽ ലുക്കെന്ന്. എന്തായാലും ഇപ്പം കണ്ടിട്ട് വലിയ സംഭവമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു എയർപോർട്ട്. ഇപ്പോൾ നമ്മളിവിടെ ഒരു എയർ ടാക്സി പറഞ്ഞിട്ടുണ്ട്, അവരിപ്പം വരും. 35 യൂറോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് ഡ്രോപ്പ് ചെയ്യാൻ. എന്തായാലും നമുക്ക് ടാക്സി എടുത്ത് അങ്ങ് പോവാം, അതായിരിക്കും നല്ലത്. തണുപ്പെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1 ഡിഗ്രിയാണ്. നമ്മൾ ടാക്സി വന്നു, ഇതാണ് ടാക്സി, നമ്മൾ പോകുന്നു. ഇപ്പം സമയം 12 മണി കഴിഞ്ഞപ്പോൾ സിറ്റി മുഴുവൻ വളരെ കാമാൻ കോയറ്റാണ്. നമ്മൾ എയർപോർട്ട് ടാക്സിയല്ല, ബുഡാപെസ്റ്റ് നഗരം ഉറങ്ങിക്കിടക്കുക. ആൾക്കാരൊക്കെ ഉണ്ട്. രാത്രി 12:30 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാരുണ്ടെന്നുള്ളതാണ്. സാധാരണ മറ്റ് യൂറോപ്യൻ നഗരങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഫുൾ കാലിയായി കിടക്കണ്ട. നമ്മളിപ്പോൾ എയർപോർട്ടിൽ നേരെ നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളങ്ങനെ നമ്മുടെ Airbnb റൂമിലെത്തി. കുറേ ടാസ്ക് ഉണ്ടായിരുന്നു, നമ്പേഴ്സ് എടുക്കാനും കീ പിടിക്കാനും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് റൂം. ഇതൊരു ബെഡ്റൂം, ഇതുപോലെ കബോർഡ് അതൊക്കെ ഉണ്ട്. ബാത്റൂം എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇത് TV, അതുപോലെ തന്നെ ഒരു സോഫ കം ബെഡുണ്ട്. ഇവിടെ വേണേൽ ഒരാൾക്ക് ഉറങ്ങാം. ഇതൊരു കിച്ചണുണ്ട്, അത്യാവശ്യം സാധനമൊക്കെ നമുക്കിവിടെ കുക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്, ഇതൊരു ബാത്റൂമാണ്. പിന്നെ ഇതെന്താണെന്ന് അറിയില്ല, ഇതെന്തോ ഇലക്ട്രിക് റൂം വല്ലതായിരിക്കും, ക്ലോസ്ഡ് ആണത്. കൊള്ളാം, അടിപൊളി സെറ്റപ്പാണ്. നമ്മളുടെ ഇത് Airbnb എന്ന് പറയുന്നത് ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോർണറിൽ കാണുന്ന ആ ബിൽഡിങ്ങിലാണ് നമ്മളുടെ സ്റ്റേ 4 ദിവസം ബുഡാപെസ്റ്റിൽ. ഇവിടെ എല്ലാം രാവിലെ തന്നെ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്ട്രീറ്റിലെ റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്ന് കഴിക്കുന്നു. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 2 ഡിഗ്രിയാണ്. തണുപ്പ് അതിഗംഭീരമായിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് പോലെയുണ്ട്, ഷീഷ ബാർ. നമ്മൾ താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെ. നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ ഡൗൺ ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ ഒരു ബിൽഡിങ് പണിയുന്നതിൻ്റെ തൊട്ട് പുറയിലത്തെ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. നമ്മുടെ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ ഈ ബിൽഡിങ് പണിയുന്നത് കാണാം. ചെറിയ ചെറിയ റോഡ്സുകളൊക്കെയാണ്, കൂടുതലും ചെറിയ ചെറിയ റോഡ്സ്. മിക്കവാറും കോഫി ഷോപ്പുകൾ ഇതെല്ലാമായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലേസുകളാണ്. നമ്മളിതാ ഇവിടെ ഒരിടത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ഇവിടെ വന്നിട്ട് യൂറോപ്പ് മോസ്റ്റ് ഫേമസ് ബ്രോത്തൽ, ഹംഗേറിയൻ സ്റ്റീം ബാത്തൊക്കെ ഉണ്ട്. ഇതാന്ന് തോന്നുന്നു. മിറ്റ്കോ. ഇതാ ഈ സ്ഥലമൊക്കെ ഈവനിങ് നല്ല രസമുള്ള വൈബുള്ള സ്ഥലങ്ങളാണ്. ഇതൊരു ഷീഷ ലോഞ്ചാണ്. ഇവിടെ നിന്ന് ഷീഷയൊക്കെ ആൾക്കാർ ഇപ്പോൾ ഇവിടുത്തെ യൂറോപ്യൻസ് വലിക്കുന്നുണ്ടായിരിക്കും. കാരണം
ഒരു വലിയ ഏരിയ ഒരു കൊടുത്തിരിക്കുന്ന ഹബീബി, ഏതോ അറബിക് ടീമിൻ്റെ ആണെന്ന് തോന്നുന്നു. നമ്മൾ താമസിക്കുന്നതും ഇതിനോട് സറൗണ്ടിങ് ആയിട്ടുള്ള പ്രദേശത്ത് തന്നെ ആയതുകൊണ്ട് ഈവനിങ്ങിലൊക്കെ ഇവിടോട്ട് ഇറങ്ങി വരാൻ പറ്റും സുഖമായിട്ട്. ചെറിയ ചെറിയ നൈസ് റെസ്റ്റോറൻറ്റുകളാണ് മുഴുവൻ. ഇവിടെ ടൂറിസ്റ്റ് ഗൈഡുകളെ കൊണ്ട് വന്നിട്ട് ടൂറിസ്റ്റ് ആൾക്കാർക്ക് ഇത് കൊടുക്കാമെന്ന് തോന്നുന്നു, ബ്രീഫിങ്, എവിടെയൊക്കെ പോയി കാണണമെന്നൊക്കെ ഉള്ളത്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു കപ്പച്ചിനോയും ഒരു സ്മോക്ക് സാൽമൺ ഇത് ഒരു സാൻഡ്വിച്ചും ഒരു ക്രോസൻ, അവിടെ ഒരു കപ്പച്ചിനോ. ഇതിന് നമ്മൾ പേ ചെയ്തത് 21 euro, നിയർ അബൌട്ട് 100 റിയാൽ. സോ ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പം ഇച്ചിരി എക്സ്പെൻസീവാണ്. ജിം ആൻഡ് ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടു. പക്ഷെ ഇതിനകത്ത് 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുള്ള ട്രെയിനിങ് ആണ്. അത് എക്സസൈസിൻ്റെ രൂപത്തിൽ അവർ ചെയ്യുന്നു. പരസ്പരം ദേഹത്തിടി കൊള്ളാതെ ഇവർ ഫൈറ്റ് ചെയ്യുന്നു. 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര എക്സസൈസ് ആവുന്നു എന്നുള്ളതാണ് ഫൈറ്റ് ജിമ്മിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ജിമ്മ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചു മരിക്കും. ഇവിടെ എല്ലാം ഗ്രൂപ്പായിട്ട് ആൾക്കാരോട് നിന്നിട്ട് ഇതിങ്ങനെ വിവരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല എന്താ സംഭവം. എനിക്ക് തോന്നുന്നത് ഇത് ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം നല്ല ക്രൗഡുണ്ട് ഈ ഏരിയയിലോട്ട് വരുമ്പോൾ. നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹാർഡ്ലി ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന സ്ട്രീറ്റ്. ആസ് യൂഷ്വൽ എല്ലായിടത്തും ഉള്ള പോലെ ഇവിടെയുണ്ട്. നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇതാ ഇവിടെ ഒരു വീക്കെൻഡ് മാർക്കറ്റ് കണ്ടു. ഗോസ് ഡു വീക്കെൻഡ് മാർക്കറ്റ് ബുഡാപെസ്റ്റ്. പഴയ സംഭവങ്ങളൊക്കെ വിൽക്കുന്നതാണെന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാൻഡ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കൺസെപ്റ്റാണെന്ന് തോന്നുന്നു. എന്തായാലും ജസ്റ്റ് ചുമ്മാ ഒന്ന് കയറി നോക്കിയിട്ട് വരാം എന്നുള്ള സംഭവം. നമ്മൾ ആ മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇരു സൈഡിലും കടകളുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു സ്ട്രീറ്റ് ഇതാണ്. നമ്മൾ സ്ട്രീറ്റ് മാർക്കറ്റ് പോലെ ഒരു എല്ലാ വീക്കെൻഡിലും മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു വോക്ക് സ്ട്രീറ്റാണ്. 2 സൈഡിലും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വോക്ക് സ്ട്രീറ്റ്. ഇതെല്ലാം പബ്ബും റെസ്റ്റോറൻറ്റുമാണ്. ഭയങ്കര രസമുള്ള ഒരു പ്ലേസാണ്. ഈവനിങ്ങിലൊക്കെ അടിപൊളി വൈബാണ്. അങ്ങോട്ട് കിടക്കുവാണ് ആ ഒരു സ്ട്രീറ്റ്. ഇതിനിടയിൽ ATMൻ്റെ ഇതൊക്കെ ഉണ്ട്, മെഷീനും പൈസ എടുക്കേണ്ടതൊക്കെ എടുക്കാം, ചിലവാക്കാം. കെയിംബറി ബർഗർ കാണുമ്പം തന്നെ നമുക്കൊന്ന് കഴിക്കാൻ തോന്നും. അതായത് 3490 ഇവന്മാരുടെ മണി. തണുപ്പിൻ്റെ ആ ഒരു ആധിക്യം കൊണ്ട് നമ്മൾ അത്യാവശ്യം ജാക്കറ്റൊക്കെ ഇട്ട് തന്നെ വെളിയിറങ്ങിയത്. പഴയ സ്ട്രീറ്റുകളാണെല്ലാം. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലത്തെ ഓരോ ഡ്രോയിങ് ഭംഗിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇവിടെ കിട്ടുക എന്ന് പറയുന്നത് വണ്ടി എടുത്ത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ എയർപോർട്ടിൽ പോയിട്ട് റെൻ്റ് കാർ എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പാർക്കിംഗ് കിട്ടാനാണ് സിറ്റികളിൽ പാട്. ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിടാൻ അലൗഡല്ല. കാരണം ഇതൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് പാർക്കിംഗ് ആണ്. ഇവിടുത്തെ ആൾക്കാർക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ നോ പാർക്കിംഗ് സൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവന്മാർ വന്ന് ടിക്കറ്റ് തരും. 50 യൂറോ 100 യൂറോ ഒക്കെ വെച്ച് കിട്ടും. അപ്പം യൂറോയാണ് പോകുന്നതെന്ന് ഓർക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി പാളും. വഴി ചോദിക്കുക. ഇതിൻ്റെ ഒരു ഷോറൂമായത്. ടാക്സിയിലായിരുന്നു എയർപോർട്ടിൽ നിന്ന് വന്നത്.
നമ്മളിപ്പോൾ ഇവിടുത്തെ ലോക്കൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ടിക്കറ്റ് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് നടക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റാണ് ബുഡാപെസ്റ്റ് ടൗണിൽ. മോസ്റ്റ് ഓഫ് ദ റോഡ്സ് എല്ലാം 2 വേ ആണ്. 1 വേ എന്ന് പറയുന്ന സംഭവം യൂറോപ്പിൽ പൊതുവെ വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത് ഒരു 10-11 മണിയായി. ഈ സമയത്ത് തന്നെയാണെങ്കിലും കൈയൊക്കെ ശരിക്കും കഴിഞ്ഞാൽ ഫ്രീസ് ആവുകയാണ്. ആൾക്കാരെല്ലാം കോട്ടിനകത്ത് കൈയിട്ടാണ് നടക്കുന്നത് മോസ്റ്റ്ലി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കണം. പ്രത്യേകിച്ച് നമ്മൾ യൂറോപ്പിലൊക്കെ ഈ ഒരു തണുപ്പ് സമയങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രൊട്ടക്ഷൻ വളരെ കറക്റ്റായിട്ട് എടുക്കണം, തണുപ്പിനെതിരെയുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ 1, 2, 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് പണി കിട്ടും. ബുഡാപെസ്റ്റ് ടൗണിൽ വന്നിട്ട് സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് നടക്കുക. അത് തന്നെയാണ് ഏറ്റവും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാരണം തണുപ്പാണ്. എവിടോട്ട് പോകണേലും മാക്സിമം പോകുന്നിടത്തെല്ലാം നടന്നു പോവുക. അത്യാവശ്യം ക്രൗഡുണ്ട് വഴിയിൽ, അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ഹോപ്പ് ഓൺ ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സിറ്റി ടൂറൊക്കെ ചെയ്യുന്ന ആ ഒരു പ്ലേസാണ്. ഒരാൾക്ക് റിവർ ക്രൂസിന് €14. ഏത് ബസ്സിലും ഇവരുടെ ഏത് ബസ്സിലും നമുക്ക് ഇറങ്ങി കയറാൻ പറ്റും. ഒരു 2 ദിവസം 3 days അങ്ങനെ കിട്ടും. 1 day 2 day 3 day അങ്ങനെ നമുക്ക് അതിൻ്റെ ടിക്കറ്റ് കിട്ടും. അപ്പം ഏത് ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് നമുക്ക് കയറി എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ദൂരെ കാണുന്ന ആ ബസ്സിലാണ് നമുക്ക് സിറ്റി മുഴുവൻ കറങ്ങാം. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് നോക്കിയിട്ടാണ് ഇപ്പം പോകുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ടിക്കറ്റ് 1 day 2 day 3 day എന്ന് നമുക്ക് ഇവിടെ കിട്ടും. 1 month വരെ ഉള്ളത് കിട്ടും. നമുക്കപ്പം 1 day എടുത്താൽ മതി. ഒരു നാളെ ഈ ഒരു ടൂർ ബസ്സിൽ കയറിയാൽ മറ്റന്നാൾ മുതൽ നമുക്കിവിടെ റെൻ്റ് കാറുണ്ട്, പിന്നെ ആവശ്യമില്ല. ഇത് മെട്രോ ആണെന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്ന സ്ഥലം മെട്രോയാണ്. നമ്മളിപ്പോൾ നടന്ന് ഈ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വന്നു. ആ ടിക്കറ്റ് നോക്കിയിട്ടുള്ള വരവാണ് ഇതൊക്കെ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഇതാ കാണുന്ന ബസ്സിൽ കയറാൻ വേണ്ടിയുള്ള ടിക്കറ്റ് നമുക്കിവിടെ ഒരു ടെല്ലർ മെഷീൻ പോലത്തെ ഒരു മെഷീനുണ്ട്, ടിക്കറ്റ് മെഷീൻ. അവിടെ നിന്ന് പോയിട്ട് എടുക്കണം. അപ്പോൾ 1 ഡേയിലോട്ട് എടുക്കാൻ വേണ്ടി ഇതുവഴിയൊക്കെ ഈ സ്ട്രീറ്റിലോട്ടൊക്കെ നടന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ 2 കിലോമീറ്റർ നടന്ന് ഇപ്പോൾ ഇവിടെ എത്തി. ഇതൊരു മെട്രോ സ്റ്റേഷനാണ്, ഒരു എൻട്രി ഏരിയ ആണ്. എല്ലായിടത്തും അത്യാവശ്യം ജനങ്ങളുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ഒരു വളരെ സ്മൈലി ഫേസൊക്കെ ഉള്ളവരാണ്, അല്ലാതെ റഫ് ആൻഡ് ടഫായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഒത്തിരി ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കും. അതൊക്കെ കൊണ്ട് നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്നാൽ, നമ്മളിപ്പോൾ ഉള്ളവർ വന്നാൽ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാര്യം ലാംഗ്വേജ് അവർക്ക് അറിയാവുന്ന, പിന്നെ ഒരു ഹെൽപ്പിംഗ് നേച്ചർ ഉള്ളവരും അവർ. എന്തെങ്കിലും ചോദിച്ച ഉടനെ നമുക്ക് മറുപടി തരും. മെട്രോ സ്റ്റേഷനാണ്, അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും ടിക്കറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ തിരിച്ച് പിന്നെയും പോവുകയാണ് മേളിലോട്ട്. ഇതെന്താ സംഭവം? എന്തോ ഫൗണ്ടനാന്ന് തോന്നുന്നു. ഇത് ഫൗണ്ടനാന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെയുള്ളൊരു ഇത് കാണുന്നു, ഫൗണ്ടനാണ്. അവിടെ എന്തോ ഒരു പാർക്കൊക്കെ കാണാം. ഇത്രയും ദൂരം നമ്മൾ നടന്നിട്ട് ഒരു 2.5-3 കിലോമീറ്റർ നമ്മൾ ഈ ടൗണിനെ വലം വെച്ച് വന്ന് നമുക്ക് ഒരൊറ്റ ഇന്ത്യനെ പോലും കാണാൻ പറ്റിയില്ല എന്നുള്ളത്. ഇന്ത്യക്കാർ വളരെ കുറവാണോ എന്താണെന്നറിയില്ല, ആരെയും കണ്ടില്ലെന്നുള്ള. അവിടെ ഒരു പയ്യൻ ഇരിപ്പുണ്ടായിരുന്നു. ഇത് തോന്നുന്നു അവൻ ഇന്ത്യനാന്ന് തോന്നുന്നു. അത് ഇവിടെ ഒത്തിരി ഈ മെഡിക്കൽ സ്റ്റുഡൻ്റൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു ഒരു സൗദി പയ്യൻ ഇവിടെ MBBSന് പഠിക്കുന്നത്. ഇതിനെ നിർത്തിയിരിക്കുന്നത് നമുക്ക് പോകാനായിട്ട്
അവിടുത്തെ ലൈറ്റ് വന്നിട്ടില്ല. ഇവിടെയുണ്ട് ആ ഒരു ടൂറിസ്റ്റ് 1 day 2 day ഹോപ്പ് ഓൺ ബസ്സിൻ്റെ സംഭവം. ഒരാൾക്കൊരു ദിവസത്തേക്ക് 40 യൂറോ. ഒരാളുടെ പടം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. താഴെ ഒരു ചെറിയ റീത്ത് പോലെന്താ സംഭവം. ആരാണോ പുള്ളി? ഇത് സെൽവൻസ്കി എൻട്രി എന്താ പേര്. ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. ഫാഷൻ സ്ട്രീറ്റാണ് ആ കാണുന്ന ബുഡാപെസ്റ്റിൻ്റെ. ബുഡാപെസ്റ്റ് സിറ്റി ഭയങ്കര വൈബാണ് കേട്ടോ. 2-3 മണിക്കൂർ നമ്മൾ ഈ നടക്കുമ്പോഴേ ഒട്ടും നമുക്ക് ഒരു ഇത് തോന്നില്ല. നമ്മളങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു മെഷീൻ തപ്പി നടന്നിട്ട് ആ കാണുന്ന ആ ഒരു വീൽ കറങ്ങുന്ന ആ പാർക്കിൻ്റെ ആ സൈഡിൽ നിന്ന് നടന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററിന് ഇപ്പുറേ വന്നപ്പോൾ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ടിക്കറ്റ് കിട്ടി. നമ്മൾ 1 ഡേയിലോട്ടാണ് ഈ പാസ് എടുക്കുന്നത്. ഓക്കെ, കൺഫേം. 2500. എത്ര? 2 പേർക്കല്ലേ? 5000 പേ. ടിക്കറ്റ് 2 എടുത്തു. ഓക്കെ, പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ടിക്കറ്റ് നമുക്ക് ഒരു ടിക്കറ്റിന് ഒരു ദിവസത്തേക്ക് 7 യൂറോ. എപ്പം വേണമെങ്കിലും കയറാം, ബസ്സിൽ എപ്പം വേണമെങ്കിലും ഇറങ്ങാം. 24 മണിക്കൂർ വാലിഡാണിത്. നമ്മുടെ നാട്ടിലെ പ്രൈസ് പറയുകയാണെങ്കിൽ 600 രൂപ ആ റേഞ്ച് വരും. 600-700 രൂപ ആ റേഞ്ച് വരും ഒരാൾക്ക്. ഒരു ദിവസം ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റി കൂടെ പോകുന്നതിന്. ടിക്കറ്റ് എടുത്താലും അത് വാലിഡേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് ടൈം സോൺ അവർക്ക് സ്റ്റാർട്ട് ആകത്തുള്ളൂ. നമ്മൾ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബസ്സിൽ കയറി പോകാൻ പാടില്ല. അപ്പോൾ അത് വാലിഡ് അല്ല, അപ്പോഴും വാലിഡേറ്റ് ആയിട്ടില്ല. അപ്പം ഇത് വാലിഡേറ്റ് ആകുന്നത് മുതൽ 24 മണിക്കൂറാണ് നമുക്ക് ടൈം കിട്ടുന്നത്. അപ്പോൾ അത് കാരണം ഏത് ട്രാൻസ്പോർട്ട് ഇത് കയറിയാലും ആദ്യത്തെ ടൈമിൽ ഇത് വാലിഡേറ്റ് ചെയ്യണം. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ്. അവർ ചോദിച്ചാൽ മാത്രം കാണിച്ചാൽ മതി. അഥവാ ചെക്കിങ് വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ കാണിച്ചാൽ, അല്ലെന്നുണ്ടെങ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ പക്ഷേ ഇത് എപ്പോഴും ഉണ്ടായിരിക്കണം. ട്രാം പോകുന്നുണ്ടോ? ട്രാമൊക്കെ ഒരു പഴയ ലുക്കുള്ള ട്രാമാണ്. ട്രാമിലും നമുക്ക് കയറാം, ഇതിൽ മെട്രോയിലും കയറാം, പബ്ലിക് ട്രാൻസ്പോർട്ടിലും കയറാം. ഒരു ദിവസം നമുക്ക് എവിടെ വേണമെങ്കിലും ഇത്താലും ഇപ്പോൾ കറങ്ങാം. 14 യൂറോ 2 പേർക്ക്. 5000 ഇവിടുത്തെ മണി. ഫോറൻറ്റ് FT എന്ന് അവർ ചുരുക്കത്തിൽ എഴുതുന്ന ഫോറൻറ്റ്. നമ്മളിപ്പോൾ യൂറോപ്പിലും US ഒക്കെ ചെന്ന് കഴിയുമ്പോൾ സ്ട്രീറ്റിൽ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരെ ഒത്തിരി കാണാം. അതിവിടെയുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫാഷൻ സ്ട്രീറ്റ് ബുഡാപെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്താണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഒരു റിവർ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കാര്യം കുറച്ച് ഗ്യാപ്പുണ്ട് 2 ബിൽഡിങ്. അപ്പോൾ അതിനിടയ്ക്ക് റിവറാണെന്നാണ് തോന്നുന്നത്. ഇതാ ഇവിടെ ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഷോപ്പൊക്കെ ഉണ്ട്. ഫിലിപ്പ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. ഞാനിത് ആദ്യമായിട്ട് കാണും. ഇതാണ് ഷൂസ്. ഭയങ്കര അടിപൊളി ലുക്കായി ഷൂസ്. വിലയും ഭയങ്കരമായിരിക്കും. ഹംഗറിയിൽ കുപ്പിവെള്ളത്തിലെ ആൾക്കാർ കുടിക്കില്ല. കൂടുതലും പൈപ്പ് വാട്ടർ തന്നെയാണ് കുടിക്കുന്നത്. ലോകത്തിലെ തന്നെ ദ ബെസ്റ്റ് വാട്ടർ സപ്ലൈ ഫോർ പബ്ലിക് വാട്ടർ സപ്ലൈ ഈ ഹംഗറിയിലുള്ള ഇവർക്കാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ പ്ലാസ്റ്റിക്കും അതുപോലെ ഇതുപോലുള്ള എക്സ്ട്രാ മാലിന്യങ്ങളും ഉണ്ടായിരിക്കാൻ വേണ്ടി ഇവിടെ കഴിവതും ഇവർ അവോയ്ഡ് ചെയ്യുന്നുള്ളതാണ്. ഈ ബോട്ടിൽ വാട്ടർ.
ടാപ്പ് വാട്ടർ നമുക്ക് കുടിക്കാം, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ. അപ്പം എല്ലായിടത്തും അത് അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ടാപ്പ് വാട്ടർ കുടിക്കാം. ഹംഗറിയിലെ ടാപ്പ് വാട്ടർ അത്രയ്ക്കും ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആണെന്ന്. നമ്മളവിടെ ഉള്ളതാണ് കോസ്. ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ ആ കാണുന്ന ഒരു ജാക്കറ്റിൻ്റെ വിലയെന്ന് പറയുന്ന ഒരു 350-400 ഇടയ്ക്ക് യൂറോ ആയിരിക്കും വില. നമ്മളവിടെ താലിയ സ്ട്രീറ്റിൽ അതിൻ്റെ ഒരു ഷോപ്പ് തുറന്നിട്ട് പറയുന്നത് കോസ്. ഇവിടെ എല്ലാം ഉണ്ട്. യുണൈറ്റഡ് ബെനറ്റിനും കാൽവിൻ ക്ലൈനും ടോമി ഹിൽഫിഗറും എല്ലാം നിരനിരയായിട്ടുണ്ട്. ബോസ്. ഇത് ഫാഷൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാൻഡിൻ്റെയും കൂടെ സ്ട്രീറ്റ് തന്നെയാണ്. ഹോം. ടോമി ഹിൽഫിഗർ, ബോസ്, സാറ, നമ്മുടെ മിഡിൽ ഈസ്റ്റുള്ള സംഭവങ്ങളാണെല്ലാം. മസിമോ ദുത്തി ഒരു അടിപൊളി ബ്രാൻഡാണ്, നല്ല എക്സ്പെൻസീവ് ബ്രാൻഡ്. അത് ടൂറിസ്റ്റുകളാണ്. അവർ രാജ്യത്തിൻ്റെ കൊടിയൊക്കെ പിടിച്ച് പോകുന്നു. നമ്മൾ ഇതുവഴിയൊക്കെ നടന്നാലും എങ്ങോട്ടൊക്കെ പോയാലും എല്ലായിടവും നമുക്ക് കറങ്ങാൻ പറ്റുന്ന സ്ഥലമെന്നാണ് ഈ ബുഡാപെസ്റ്റ് സിറ്റിക്കുള്ളിൽ നമ്മൾ നടക്കുമെന്ന് തോന്നിക്കുന്നത്. കാര്യം ഇത് വേറൊരു സ്ട്രീറ്റ്, അത് മറ്റൊരു സ്ട്രീറ്റ്. ഇവിടെ സൈക്കിളിൻ്റെ ആവശ്യമില്ല, ഇവിടെ വണ്ടിയുടെ ആവശ്യമില്ല. നടന്നിട്ടേ പൊക്കൂ, എങ്ങോട്ട് വേണമെങ്കിലും നടക്കാം. അത്യാവശ്യം ക്രൗഡും ഉണ്ട് എല്ലാ ഭാഗങ്ങളിലും. വളരെ ക്വയറ്റാണ്, ശാന്തമായ അന്തരീക്ഷം, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ക്ലൈമറ്റും. ഇവിടെ ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. ഇവരിത് കവർ ചെയ്ത് വെച്ചിരിക്കുക. പെയിൻറ്റിങ്ങോ എല്ലാം നടക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ, എന്താണെന്നറിയില്ല. അതിനിയും കവർ ചെയ്ത് തന്നെയാണോ ഇത് ഇരിക്കുന്നതെന്നും അറിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് കവർ ചെയ്ത് എപ്പോഴും ഇരിക്കുകയെന്ന്. കാര്യം ഇതിനെ മെയിൻ്റെനൻസിനും വല്ല കാരണത്താൽ പടച്ചിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്. അവിടെ ഒരു ബാങ്ക് ഓഫ് ചൈന കാണാം. ഹാഫ് പ്രൈസ് പുൾ ആൻഡ് ബിയർ. ഒന്ന് കയറി നോക്കിയാലോ, എന്താണ് പുൾ ആൻഡ് ബിയറിലെ ഹാഫ് പ്രൈസ് ഒന്ന് കയറി നോക്കാം. ഇതിൽ നമ്മൾ കയറി പ്രൈസൊക്കെ നോക്കി. പ്രൈസ് വന്നിട്ട് ഒരു ജാക്കറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ജാക്കറ്റ് നമുക്ക് പറ്റിയത് കണ്ടില്ല. നോർമൽ ഷർട്ട് ഹൂഡിക്കൊക്കെ ഒരു 45-60 യൂറോയ്ക്ക് ഇടയ്ക്കാണ് പ്രൈസ്. ഇവർ 50% ഓഫർ കൊടുത്തിട്ട്, ദാറ്റ് മീൻസ് ഒരു 400 റിയാൽ ആ റേഞ്ച് വരും. ഒരു ചെറിയ ഒരു ഹൂഡി നമുക്ക് വാങ്ങണമല്ലോ. ഇവിടെ ഇതേ സാധനം നമുക്കവിടെ 150 റിയാലിന് അവിടെ കിട്ടും. ഓഫർ സമയത്ത് ചിലപ്പോൾ അതിലും താഴ്ന്നും കിട്ടും. പുൾ ആൻഡ് ബിയർ ചില സമയങ്ങളിൽ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇത് മാറിയായിരുന്നു ഫൊറൻറ്റോ. ഈ ഫൊറൻറ്റോ മാറിയപ്പോഴും നമുക്ക് കിട്ടിയത് 1 യൂറോയ്ക്ക് 350 എന്നുള്ള കണക്കിലായിരുന്നു. പക്ഷേ ഇപ്പം ഈ ലോക്കൽ മാർക്കറ്റിൽ ഇതാണ് മണി എക്സ്ചേഞ്ച് ഇവിടെ കണ്ട്, ഇവിടെ 383 കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം 3.83ക്ക് അവർ നമുക്ക് കറൻസി തരും. നമ്മൾ തിരിച്ച് കൊടുക്കാൻ ചെയ്യുന്ന 4.1, അതായത് 410, അത് വെച്ച് അവരത് കളക്ട് ചെയ്യും. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ ലോക്കൽ മാർക്കറ്റിൽ വന്നിട്ട് മാറുന്നതാണ് കുറേം കൂടെ നമുക്ക് ലാഭം. അത് എവിടെ ചെന്നാലും അങ്ങനെയാണ്. എയർപോർട്ടിൽ നമുക്ക് കറൻസി വളരെ കുറവേ കിട്ടത്തുള്ളൂ. ഇങ്ങനെ ആൾക്കാർ ഇവിടെ കിടപ്പുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. അവിടെ ഒരു അപ്പൂപ്പൻ എന്തോ മ്യൂസിക് സിസ്റ്റം ഇങ്ങനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ തന്നെ നടന്ന് ഇന്നത്തെ ദിവസം കഴിയുമെന്ന് തോന്നുന്നു. കാര്യം എവിടെ ചെന്ന് കഴിഞ്ഞാലും ഭയങ്കര ഹാപ്പനിങ്സ് ഉള്ള സ്ട്രീറ്റുകളാണ് ഇവിടെ മുഴുവൻ. ബുഡാപെസ്റ്റ് സിറ്റിയിൽ വന്ന ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സിറ്റിയിൽ കറങ്ങി നടക്കുകയായിരുന്നു. ഇവിടുത്തെ ചിമ്നി കേക്കൊക്കെ വാങ്ങി കഴിച്ചു. എന്തായാലും പുതിയ നമുക്ക് വീഡിയോയിൽ സിറ്റിയിലെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.